ഹായ്, ഞാൻ ഹൃദ്യ. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നത് നിങ്ങളടുത്ത് പറയാനും വേറൊരാൾക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കോഴിക്കോട് വടകര ഓർക്കാട്ടേരി എന്ന് പറയുന്ന സാധാ ഒരു നാട്ടിൻ പുറത്തുനിന്ന് വന്നൊരു കുട്ടിയാണ്. സ്റ്റിൽ ഞാനിപ്പോൾ UK നിൽക്കുന്നത്. YPS എന്നുള്ളൊരു വിസേൻ്റെ സ്കീം, അതായത് ഒരു ബാലറ്റ് ത്രൂ ഞാൻ ആ വിസ വേൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ലൈഫിൽ ഇതുവരെ ഞാൻ എൻ്റെ ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ഫ്ലൈറ്റിൽ പോലും. ആദ്യമായിട്ട് ടിക്കറ്റ് എടുക്കണം, പാസ്പോർട്ട് സെറ്റാക്കണം, ഫുൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൊളീഗും അത്യാവശ്യം എന്താ പറയുക സിസ്റ്റം ഏജ് ഉള്ള ഒരാൾ, എൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്ത ഒരാൾ റെഫർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരാളെ മീറ്റ് ചെയ്തു, മീൻസ് കോൾ ചെയ്തു. ആളൊരു ഏജൻസി ത്രൂ ടിക്കറ്റ് കൊടുക്കുന്ന ഒരാളാണ്. ആളുടെ പേര് മിസ്റ്റർ സൂരജ് എന്നാണ്. ആളൊരു ശ്രീലങ്കൻ എയർവേസ് ശ്രീലങ്കൻ ട്രാവൽസ് എന്തോ ചെയ്യുന്ന ഒരാളാണ്. ട്രിവാൻഡ്രം ആണ് ആളുടെ ആ ഒരു ഏജൻസി വരുന്നത്. എറണാകുളത്തും കോഴിക്കോടൊക്കെ ആയിട്ട് ആൾക്ക് എന്തുണ്ട്, ഏജൻസികൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. സാറ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സാർ ഒരു ദിവസം ആളെടുന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ആളുടെ അടുത്ത് ചോദിച്ചു, ആൾ പറഞ്ഞ സ്കീം പ്രകാരം അത്യാവശ്യം നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട് ബാക്കിയുള്ളതും തമ്മിൽ. അപ്പം ഒബ്വിയസ്ലി ഞാൻ അത്രയും ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം കോസ്റ്റിൽ ടിക്കറ്റ് എടുക്കുക, പുറത്ത് പോവുക എന്നുള്ളത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അതായത് ഒരു 10-28 വർഷത്തിൽ കൂടുതൽ എൻ്റെ അച്ഛൻ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇയാൾ ഇത്ര ചെറിയ എമൗണ്ടിൽ ഇത്ര ലഗേജും ഓക്കെ ആക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്കത് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞാൻ ഇതുവരെ അയാളെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. പൊട്ടത്തരാന്ന് വേണമെങ്കിൽ എന്നെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർക്ക് പറയാം, ബട്ട് അയാളുടെ വോയിസും ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വേയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ആ ഒരു ടിക്കറ്റ് ഒരു 1 വീക്ക് ടിക്കറ്റ് ഞാൻ കൺഫേം ചെയ്തു. ഞാൻ ആദ്യം ചെറിയൊരു എമൗണ്ട് കൊടുത്തു, പിന്നെ 15,000 പിന്നെയും കൊടുത്തു. ബാലൻസ് എമൗണ്ട് ഉണ്ട്. ടിക്കറ്റിൻ്റെ എമൗണ്ട് കംപ്ലീറ്റ് ഞാൻ കൊടുത്തില്ല. 37 ആയിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 30 ഞാൻ കൊടുത്തു. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ അല്ലേ, ഇന്നുകൊണ്ട് വറീഡ് ആവേണ്ട, ടിക്കറ്റ് എങ്ങനെ ബാഗ് എന്തൊക്കെ പാക്ക് ചെയ്യണം, ലഗേജ് എത്ര വേണം, ലഗേജിൽ എന്ത് കൊണ്ടുവരാൻ പറ്റില്ല ഒക്കെ ആളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മീൻസ് എൻ്റെ അടുത്ത് ആളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ്, മോള് എൻ്റെ കുട്ടീനെ പോലെ തന്നെയാണ്. കാരണം ആദ്യമായിട്ട് പോകുന്നതാണല്ലോ, പുറത്ത് ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകുന്നൊരു കുട്ടിയല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഹെൽപ്പ് ചെയ്യും. ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതായിരിക്കില്ല. ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ അവിടെ വന്നിട്ട് ഞാൻ കുട്ടീനെ കണ്ടിട്ടാണ് ടിക്കറ്റ് തരുന്നുണ്ടാവുക കയ്യിൽ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അയാൾ ടിക്കറ്റിൻ്റെ കോപ്പി തരാത്ത, കോപ്പി ചോദിക്കും. കോപ്പി ചോദിക്കുമ്പോൾ ആൾ പറയും നമുക്ക് ലഗേജ് ആഡ് ചെയ്ത് കിട്ടിയിട്ടില്ല, ഇൻഡിഗോൻ്റെ ലഗേജ് കിട്ടി, പിന്നെ വേറെന്തിൻ്റെയോ ലഗേജ് കിട്ടിയിട്ടില്ല, അങ്ങനെ ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞു. അപ്പം ഞാനിത് അച്ഛൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ്, അച്ഛൻ പറയും അയാളുടെ അടുത്തിട്ട് കോപ്പി അയക്കാൻ പറ. അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ 2ാമത്തെ ദിവസം, അതായത് 2 ദിവസം മുന്നേ ആയിട്ട് ഞാൻ ഇയാളടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ഇന്ന് നൈറ്റ് ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞു. അന്ന് നൈറ്റ് ഞാൻ പിന്നെ ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ അയച്ചു തരാം, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, പിന്നെ അതിങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നും വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ, അതായത് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ അവിടെ എത്തി, അതായത് ഒക്കെ ശരിയാണ്, ഒക്കെ സെറ്റാണ്, ടിക്കറ്റൊക്കെ സെറ്റായിട്ടുണ്ട്, ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളവിടെ എത്തിയാൽ ഞാനിവിടെ വന്ന് കാണുന്നുണ്ട്, എനിക്കാണ് പൈസ കൺവേർട്ട് ചെയ്യണം, പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ആളുടെ സൈഡിൽ അങ്ങനെ ഒരാളുണ്ട്, അത് ചെയ്തു തരാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഹോട്ടലിലെത്തി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ എത്തി, ഫ്ലൈറ്റ് 4:30ക്കാണ് വൈകിട്ട്. ഞാനെത്തി, രാവിലെ ആളെ വിളിച്ചു. ഞങ്ങൾ പുലർച്ചെ എത്തി, ട്രെയിനിന് പോയായിരുന്നു. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഒരു 7 പേരുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു ആലുവയിൽ. അപ്പോൾ കുറേ ഞാനവിടെ വെയിറ്റ് ചെയ്തു. ആളെ വിളിച്ചു, ഇപ്പോൾ വരാം, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, 10 മിനിറ്റ്, ഒരു മണിക്കൂർ, അരമണിക്കൂർ, ഇതിങ്ങനെ പറഞ്ഞ ആൾ നീട്ടി 4:30 വരെ എത്തിച്ചു. 4:30ക്ക് ഞാൻ വിളിക്കുമ്പോൾ ആൾ പറയുന്നത് ആ ഫ്ലൈറ്റ് ഡിലേ ആണ്.
എൻ്റെ 2 ഫ്രണ്ട്സ് എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അഷി, സ്വാതി 2 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ച് ആ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ ഫ്രണ്ടിൻ്റെ ഹോട്ടലാന്ന് പറഞ്ഞല്ലോ, അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവൾക്ക് ടിക്കറ്റ് ആയില്ലടാ എന്തൊക്കെയാ അവൻ വിളിച്ച് പറയുന്നുണ്ട്. അവരവിടുന്ന് ചോദിച്ച് അറിയുമ്പോൾ അവർ പറയുന്നത് ഇയാൾ പറയുന്ന ഫ്ലൈറ്റ് ഇവിടെ ഇല്ല. ഓക്കെ, അവിടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാൾ ഏത് ഫ്ലൈറ്റാണ് പറയുന്നത് എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആളടുത്ത് ചോദിച്ചു, ഒന്ന് ക്ലിയർ ആക്കി, ഒന്ന് ടിക്കറ്റ് എടുത്ത് തരുമോ, എനിക്ക് പോവണം. കാരണം എനിക്ക് ഓൾറെഡി ഇവിടെ കുറച്ച് ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് അവർ റെഫർ ചെയ്തിട്ട്. ബൈ ദ വേ അയാൾ ഒന്നല്ല രണ്ടല്ല 3 ദിവസം ഞങ്ങൾ അവിടെ പിടിച്ചു നിൽപ്പിച്ചു. അതും ആ വീട്ടിൽ, ആ റൂമിൽ എന്താ പറയുക, ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, ഫുഡ് കഴിക്കാൻ മാത്രം പുറത്തിറങ്ങുക, റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. പുറത്തിറങ്ങണ്ട, ഇപ്പം ഞാൻ ശരിയാക്കി തരാം, ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വലിപ്പിച്ച് നിൽപ്പിച്ചു ആള്. ഓക്കെ, സ്റ്റിൽ ഇന്ന് 11-ാം തീയതിയാണ്. ഇന്ന് 11-ാം തീയതി ഈ ഓഗസ്റ്റ് മന്തിൽ പോലും ആൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. ഓക്കെ, ഞാൻ എന്നിട്ട് എൻ്റെ റിസ്കിൽ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തതെന്നുള്ള കാര്യം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരുപാട് ലേറ്റ് ആയപ്പോൾ അച്ഛനെ ആളെ വിളിച്ച് ഷൗട്ട് ചെയ്ത് ഞങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി പോയി ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇയാൾ പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒക്കെ കള്ളത്തരാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ, അഫോർഡബിൾ എന്ന് പറയാൻ പറ്റൂല, ആ ഒരു എമൗണ്ടിൽ കിട്ടുന്നത് ഈ ഒരു ടിക്കറ്റ് മാത്രമാണ്. അപ്പോൾ ഇതെടുത്തു എന്ന് പറഞ്ഞു. അന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്, 10 മണീൻ്റെത്. കയറി അങ്ങനെ വന്നെയാണ്. 37,000-ന് ടിക്കറ്റ് എടുത്തുതരാന്ന് പറഞ്ഞ ആള് 78,000-ൻ്റെ ടിക്കറ്റ്, അത്ര എക്സ്പെൻസ് എനിക്ക് വന്നു. അത് മാത്രമല്ല, ഈ പൈസ അറേഞ്ച് ചെയ്യാൻ ഞാൻ പെട്ട ബുദ്ധിമുട്ട് എനിക്കും എൻ്റെ ഫാമിലിക്കും മാത്രമേ അറിയൂ. അത് തരാനായിട്ട് വില്ലിങ് ആയിട്ട്, കാരണം ഈ ഒരു സിറ്റുവേഷൻ അറിയുന്നത് എൻ്റെ സാറാണെങ്കിൽ കൂടെ ആളെടുത്തായിരുന്നു ഞാനിത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരിലോണ്ട് മാത്രം എനിക്ക് ആ ടിക്കറ്റ് എടുക്കാനും പറ്റി, എനിക്ക് ഇന്നിവിടെ വരാനും പറ്റി. ഇങ്ങനത്തെ ഇത്രയും മോശമായിട്ടുള്ള സർവീസ് ചെയ്യുന്ന ഈ ഒരാൾക്ക് എനിക്ക് എന്താണ് മീൻസ്, ലീഗലി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയും ബ്രദറും ഇതിനു വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട്. പോലീസുകാരെ പോലും മൂക്ക് മുട്ടിക്കുന്ന രീതിയിൽ ആൾ സംസാരിച്ച് കയ്യിലെടുക്കുന്നുണ്ട്. വളരെ സമർത്ഥനാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട രീതിയിലുള്ളൊരു സമർത്ഥൻ. ഓക്കെ, കുബുദ്ധി എന്ന് വേണേൽ പറയാം. ആൾക്ക് എനിക്ക് എന്താണ്, ഏത് രീതിയിലാണ് എനിക്ക് ആളെ ലീഗലി എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പം കൺസ്യൂമർ കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പ്രോപ്പർ വേ എനിക്കറിയില്ല. പറഞ്ഞുതരാൻ ആർക്കെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ സൈഡിൽ നിന്ന്, ഇവിടെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. കാരണം അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ ഓക്കെയാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഇവിടെ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർ അറിയ പോലും ഇല്ല എനിക്കാരെയും. ചുറ്റിലുള്ള ആൾക്കാരൊക്കെ വളരെ എന്താണ്, എന്നെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ടൈമിൽ. ഈ ഒരു ഫ്രോഡിന് എന്താണോ ചെയ്യാൻ പറ്റുക അതിൻ്റെ മാക്സിമം എനിക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓരോരുത്തരും ജോലി ചെയ്യാണ്ടാണ് എൻ്റെ കൂടെ അവിടെ നിന്നിട്ടുള്ളത്. ഇയാൾ കാരണം അച്ഛൻ എടുത്ത ടിക്കറ്റ് പോസ്റ്റ്പോൺ ചെയ്യേണ്ട വന്ന് അതിൽ എക്സ്ട്രാ ചാർജ് 8,000+ വന്നിട്ടുണ്ട്. ഒക്കെ പൈസേൻ്റെ നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ എനിക്കിത് മീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും കഷ്ടപ്പെടാം എന്നുള്ള കാര്യം ഉറപ്പാണ്. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാണ്ടൊന്നുമില്ല, അതിനുള്ള കോൺഫിഡൻസും എനിക്കുണ്ട്. ബട്ട് അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തായാലും അയാൾ എന്ത് ചെയ്യണം, ആ എക്സ്പെൻസ് അയാൾ തന്നെ മീറ്റ് ചെയ്യണം. അതിന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് ചെയ്യണം എന്നുണ്ട്. അതിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഏത് രീതിയിൽ എനിക്ക് അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഓൾ.